രാജ്യം എന്ത് ചിന്തിക്കുന്നു എന്നതിന്റെ വിധി അറിയാൻ ഇനി 2 ദിനമാണുള്ളത്. ജൂൺ 4-ന് ആ വിധി വരുന്നതിന് 2 ദിവസം പിന്നാലെ എക്സിറ്റ് പോളിന്റെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. NDA മുന്നണി മൂന്നാമതും അധികാരത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ എന്നാണ് എല്ലാ ഏജൻസികളും പ്രഡിക്റ്റ് ചെയ്യുന്നത്. പ്രവചനമാണ് എന്നത് പ്രധാനവുമാണ്. എന്നിരുന്നാലും ഇന്ത്യ മുന്നണി ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ നരേന്ദ്രമോദിയെ മൂന്നാമത് അധികാരത്തിൽ എത്തിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിന്നിട്ടതിനു ശേഷവും PMARKന്റെ സർവേ ഫലം അനുസരിച്ച് 359 സീറ്റുകൾ, ന്യൂസ് എക്സിന്റെ സർവേ ഫലം അനുസരിച്ച് 371 സീറ്റുകൾ, ജൻ കി ബാത്തിന്റെ സർവേ ഫലം അനുസരിച്ച് 377 സീറ്റുകൾ, ഇങ്ങനെയാണ് NDA മുന്നണിക്ക് പ്രവചിക്കപ്പെടുന്നത്. 154 സീറ്റുകളാണ് മാക്സിമം. 154 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കപ്പെടുന്നത്. ഇത്രയധികം രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്ന ഒരു സമയത്താണ് സൂപ്പർ പ്രൈം ടൈം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. രാജ്യം എങ്ങോട്ട്, ആരു നയിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുക്കുന്നു. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ; ശ്രീ റജി ലുക്കോസ്, ഇടത് സഹയാത്രികൻ; ശ്രീ N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, കോൺഗ്രസ് സഹയാത്രികൻ; ശ്രീ ഷാബു പ്രസാദ്, BJP സഹയാത്രികൻ. ഇടവേളയ്ക്ക് ശേഷം വിശദമായ ചർച്ച. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ഇന്ത്യ എങ്ങോട്ട്, എന്താണ് ഈ നാടിന്റെ രാഷ്ട്രീയ വിധി എന്നറിയുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജൂൺ 4-ന്റെ അന്തിമ വിധി വരുന്നതിന് മുൻപുള്ള ആകാംക്ഷകളെ അതിന്റെ പരകോടിയിലെത്തിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഈ സമയത്തും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 13 എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഏറെക്കുറെ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 353 എന്ന നമ്പറിനു താഴെ ദൈനിക് ഭാസ്കർ മാത്രമാണ് ഒരു പക്ഷേ ഇതിന് വിരുദ്ധമായ ഒരു നമ്പർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനപ്പുറം എല്ലാ സർവേ ഫലങ്ങളും 353 കഴിഞ്ഞ തവണത്തെ NDAയുടെ പോക്കറ്റിലുള്ള നമ്പറിന് താഴെ പ്രവചിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഫലം പ്രതീക്ഷിച്ചിരുന്നു? രാഷ്ട്രീയ ഭാരതം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനയാണല്ലോ എക്സിറ്റ് പോളുകൾ. നമുക്കറിയാം, എക്സിറ്റ് പോളുകൾ മുൻകാലങ്ങളിൽ തെറ്റിയിട്ടുണ്ട്, ശരിയായിട്ടുമുണ്ട്. സ്ട്രൈക്ക് റേറ്റ് എടുത്ത് നോക്കിയാൽ സ്വതന്ത്ര ഭാരതത്തിൽ 1980 മുതലുള്ള കണക്ക് നോക്കിയാൽ 640 എക്സിറ്റ് പോളുകളാണ് നടന്നിട്ടുള്ളത് വിവിധ ഏജൻസികളായി. അതിൽ 80% സ്ട്രൈക്ക് റേറ്റ്. അതുകൊണ്ട് ഇപ്പോൾ 13 ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളിൽ ഏതാണ്ട് എല്ലാ ഏജൻസികളും സമാനമായ ഒരു ചിത്രമാണ് നൽകുന്നത്. അതിലെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 350-ലധികം സീറ്റുകളാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് 150-ൽ താഴെ, 150-150-ൽ താഴെയോ സീറ്റുകളാണ്. അപ്പോൾ ഒരു വ്യക്തമായ മേൽക്കൈ ഇവിടെ ദേശീയ ജനാധിപത്യത്തിന് കാണാവുന്നതാണ്. ഇത് ഒരുപക്ഷെ ഇലക്ഷന് മുൻപുള്ള പ്രൊജക്ഷന്റെ അതേ നിലയിലേക്ക് വരികയാണ്. ഇപ്പോൾ 400 പാർ എന്നൊക്കെ നരേന്ദ്രമോദി പറയുമ്പോഴും 370 സീറ്റുകൾ ഒറ്റയ്ക്ക് BJPക്ക് ലഭിക്കുമെന്ന് പറയുമ്പോഴും ആരും അങ്ങനെയെന്ന് വെള്ളം തൊടാതെ വീഴ്കിയിട്ടില്ല. പക്ഷേ ആ മാധ്യമങ്ങൾ ആദ്യം വരച്ചു കാട്ടിയ ഒരു ചിത്രം ഇതിനോട് സമാനമായ ഒരു ചിത്രമാണ്. പിന്നീട് ഏതാണ്ട് വലിയ തോതിൽ മാധ്യമങ്ങൾ അതിനേക്കാൾ താഴ്ന്ന ഒരു ചിത്രമാണ് നൽകിയത്. സാമാന്യം കംഫർട്ടബിൾ ഭൂരിപക്ഷം NDAക്ക് ലഭിക്കുമെന്നും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ 272 എന്ന മാജിക് നമ്പറിനോട് അടുത്തുള്ള നമ്പറിൽ എത്തി നിൽക്കും എന്ന ഒരു നിഗമനമായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വ്യക്തമായ മേൽക്കൈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകുന്ന, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഉൾപ്പെടെ കർണാടകയിൽ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഭേദപ്പെട്ട ഒരു നിലയാണ്. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങൾ മാത്രമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇപ്പോഴും ബാലികേറാമല. വിവിധ NDAക്ക് ജൻ കി ബാത്ത് കൊടുക്കുന്നത് 362 മുതൽ 392 വരെ, അതായത് 400 എന്ന് നരേന്ദ്രമോദി പറയുന്നിടത്ത് 392 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ 400 എന്ന് പറയുന്ന ഒരു കവിഞ്ഞ പ്രതീക്ഷ ആയിരുന്നില്ല എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. സർവേ ഫലങ്ങളിൽ 350-നോടടുത്താണ് കൂടുതൽ സർവേകൾ നിൽക്കുന്നത്. 350-നും 70-നും ഇടയ്ക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ BJP ഒറ്റയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ 370 സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മൊത്തമായി ലഭിക്കാനുള്ളൊരു സാഹചര്യമാണ് സർവേ നൽകുന്ന ഒരു ശരാശരി ചിത്രം. അത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2004-ലെ സർവേകൾ മാത്രമേ അബ്സല്യൂട്ട്ലി റോങ് ആയി വന്നിട്ടുള്ളൂ. അത് ഏതാണ്ട് എല്ലാ സർവേകളും പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനുള്ള കാരണമെന്ന് പറയുന്നത്, അന്ന് അടൽ ബിഹാരി വാജ്പേയി ഒരു നല്ല ജനകീയ പ്രതിച്ഛായയുള്ള വിവാദ നായകനൊന്നുമല്ലായിരുന്നു. അപ്പം അവിടെ വാജ്പേയിക്ക് ഒരു വോട്ട് എന്ന് പറയുന്നത്, അല്ലെ വാജ്പേയിയുടെ രാഷ്ട്രീയത്തിൻ്റെ അവസാന ലെഗാണ്. അപ്പം അത് നമ്മൾ ചോദിക്കുന്ന സാമ്പിളുകളോട് നമ്മൾ ചോദിച്ചാണല്ലോ സർവേ എടുക്കുക എന്ന് പറയുന്നത്. വ്യക്തമായി
ഈ വോട്ട് ചെയ്ത് ഇറങ്ങുന്നവരെ നേരിൽ കണ്ടോ അതിനുശേഷം ഉറപ്പുവരുത്താൻ ടെലിഫോണിക് ഇന്റർവ്യൂ കൂടെ നടത്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഒരു ട്രെൻഡിങ് ആണ്. വാജ്പേയി എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയതുപോലെയാണ് ഇപ്രാവശ്യം മോദി എന്ന് പറയുന്നത് എങ്കിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവിടെ അമേരിക്ക ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വേഴ്സസ് ഹിലാരി ക്ലിന്റൺ. അവിടെ ഹിലാരി ക്ലിന്റന് കംഫർട്ടബിൾ മെജോറിറ്റിയാണ് ഏതാണ്ട് എല്ലാ സർവേകളും പ്രൊഡിക്ട് ചെയ്തത്. പക്ഷേ ട്രംപ് അവസാനം ജയിച്ചു വന്നു. ട്രംപിന് വോട്ട് ചെയ്ത ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾ ട്രംപിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയാനുള്ള വിമുഖത കൊണ്ട് ഹിലാരി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പരിണിത ഫലമാണത് എന്നുകൂടി കാണുന്നത്. അതുകൊണ്ട് എത്രത്തോളം സർവേകളെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഒക്കും എന്നെനിക്കറിയില്ല. പക്ഷേ 80% സ്ട്രൈക്ക് റേറ്റുള്ള സർവേകളുടെ ചരിത്രം എടുക്കുമ്പോൾ ഞാൻ പറയുന്നു സർവേകളെ വളരെ ഗൗരവത്തോടെ എടുത്തെങ്കിലേ പറ്റൂ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ഷാബു പ്രസാദ്, 400-നടുത്തേക്കൊക്കെ പ്രവചനം വരുന്നുണ്ട്. ഈ പറയുന്ന എക്സിറ്റ് പോൾ സർവേ നടത്തിയ ഏജൻസികളുടെ പലതും. അതിലേറ്റവും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജൻ കി ബാത്തിന്റെ സർവേ ഫലം 392 എന്ന് പറയുന്ന വലിയ BJPക്ക് NDA സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഖ്യയാണ് പറയുന്നത്. ഇങ്ങനെ തന്നെ സംഭവിക്കും ജൂൺ 4 വിധി എന്നുള്ളതാണോ BJPയുടെ ആത്മവിശ്വാസം? അത് നമ്മൾ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ, അതായത് 2019-ലെയും 2014-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വന്ന ഇതേപോലെ ഇതേ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോളുകളിലൂടെ ഞാൻ ഒന്ന് കടന്നുപോയിരുന്നു. 2014 പറഞ്ഞിരുന്നത് പരമാവധി NDAക്ക് കിട്ടാൻ പോകുന്ന സീറ്റുകൾ 250 എന്നാണ്. 250, 260 അബ്സല്യൂട്ട് മെജോറിറ്റി NDAക്ക് പറഞ്ഞിരുന്നില്ല. 2019 പറഞ്ഞത് NDAക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ട്, 300 അറൗണ്ട് ഉണ്ടാകും എന്നാണ്. ഈ 2 സർവേകളിലും സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ എക്സിറ്റ് പോൾ പറഞ്ഞതിനേക്കാൾ 50-60 സീറ്റുകൾ കൂടുതലാണ് NDAക്ക് അന്ന് ലഭിച്ചത്. അതായത് എക്സിറ്റ് പോളുകൾ എപ്പോഴും വളരെ കുറച്ച് കൺസർവേറ്റീവായിട്ടായിരിക്കും അവർ റിസൾട്ട് പുറത്തുവിടുക, അവരുടെ ആ സർവേകൾ പുറത്തുവിടുക. അത് അബ്സല്യൂട്ട് നമ്പർ ആവണമെന്നില്ല, അത് കുറച്ച് കൺസർവേറ്റീവ് ആയിരിക്കും. ആ ഒരു ട്രെൻഡും ആ ഒരു കാര്യവും നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ എക്സിറ്റ് പോൾ സർവേയുടെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും BJP NDA സഖ്യം 400 സീറ്റ് കടക്കും എന്ന് തന്നെ. കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 0 മുതൽ 3 സീറ്റ് വരെ 3 സർവേകൾ 3 സീറ്റ് വരെ BJPക്ക് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ അടക്കം 3 ഇടങ്ങളിൽ. BJPയുടെ തന്നെ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് 2 സീറ്റുകൾ എന്നുള്ളതാണ്. അത്രയ്ക്ക് ആത്മവിശ്വാസം കേരളത്തിലുണ്ടോ BJPക്ക്? അല്ല, കാര്യം ഈ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് ഇവിടങ്ങളിലൊക്കെ BJP, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP വളരെ സീരിയസ് ആയിട്ടാണ്. അതിൽ തന്നെ ഈ സെലക്റ്റഡ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുമുണ്ട് പ്രചരണത്തിലും കാര്യങ്ങളിലുമെല്ലാം. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് ഇതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉണ്ടാകണം എന്ന് തന്നെയാണ് കാര്യം. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരാണ്. അവർ വീണ്ടും ഈ ഇതിൽ NDA അധികാരത്തിൽ വന്നാൽ ഇവിടെ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മണ്ഡലങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും ഉറപ്പായും മന്ത്രിമാരെ തന്നെയാണ്. ആ ഒരു ഫാക്ടർ തീർച്ചയായും അതാത് മണ്ഡലങ്ങളിൽ വർക്ക് ചെയ്യും. അതുപോലെ സുരേഷ് ഗോപി തൃശ്ശൂരുണ്ടാക്കിയ മുന്നേറ്റം അതൊക്കെ വളരെ എവിഡൻ്റാണ്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതവിടെ നിൽക്കട്ടെ മാധു. ഇന്നലെ വരെ ഇപ്പം ഇവിടെ ഇരുന്ന് ഞാൻ വളരെ ഒറ്റ സെക്കൻഡ് ഇവിടെ ഇരുന്ന് ഞാൻ വളരെ കൗതുകത്തോടുകൂടി മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഹൻ വർഗീസ് ആവർത്തിച്ച് പറഞ്ഞ്, ഞങ്ങൾ ഒരുമിച്ച് പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്, ഒരു തരംഗം ഇവിടെ ഇല്ല, ഒരു തരത്തിലും ഒരു തരംഗം ഇവിടെ ഇല്ല. ഒരു തരംഗം അത് വളരെ നോർമലായിട്ട് നടക്കുന്ന ഇലക്ഷനാണ്, തരംഗമേ ഇല്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ശ്രീകുമാർ സാറുമായിട്ട് ഞാനൊരു ചർച്ചയിൽ ഇരുന്നിരുന്നു കൈരളി ന്യൂസിൽ. അപ്പോൾ പറഞ്ഞത് രാജ്യം ധ്യാനനിരതമാണ്. നരേന്ദ്രമോദിയുടെ ധ്യാനത്തിനെ ഒരു സർക്കാസ്റ്റിക്കായിട്ട് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞുള്ളൂ, ഇവിടെ ഈ രാജ്യം മുഴുവനും ധ്യാനിക്കുകയാണ്.
കഴിഞ്ഞ 10 വർഷമായി ഈ 4-ാം തീയതി ആ ധ്യാനത്തിൽ നിന്നുണരുമ്പോൾ ഈ രാജ്യത്തൊരു പുതിയ പ്രഭാതം പൊട്ടിവിടരും, നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഇത് ഈ ഇലക്ഷന് മുമ്പ് പറഞ്ഞ അഭിപ്രായങ്ങളെ വളരെ സീരിയസ് ആയിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല, നമുക്കറിയാം. പക്ഷേ അതിനേക്കാളിലൊക്കെ അപ്പുറമായിരുന്നു മാധു ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ആ ഒരു അഭിപ്രായം. ഇവിടെ പല നിരീക്ഷകരും രാഷ്ട്രീയക്കാരും നടത്തിയത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പറയുന്ന റെറ്ററിക്സിൻ്റെ പ്രാധാന്യത്തിന് വളരെ അപ്പുറമായിരുന്നു. വളരെ കരുതിക്കൂട്ടി വളരെ വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതെല്ലാം ഇനി വരുന്ന ചർച്ചകളിൽ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. അത് പരാമർശിക്കേണ്ട എന്നൊന്നും ഇവിടെ ആരും പറയുന്നുമില്ല ശ്രീ ഷാബു പ്രസാദ്. അങ്ങനെ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ പലയിടത്ത് നരേന്ദ്രമോദി പറഞ്ഞതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. ജൂൺ 4 വിധി വരുന്നതിന് മുമ്പുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJP വെച്ചു പുലർത്തുന്ന ആത്മവിശ്വാസത്തിന്റെ ആദ്യത്തെ ഡോസാണ് അങ്ങയിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്നത് എന്നത് സംബന്ധിച്ചും എനിക്ക് തെറ്റിദ്ധാരണയും ഒന്നുമില്ല ശ്രീ ഷാബു പ്രസാദ്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, കേരളത്തിൽ 3 സീറ്റ് ഇപ്പൊ നോക്കൂ. ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കും. ആറ്റിങ്ങൽ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം 38,247 വോട്ടാണ്. അതൊരു CPM മണ്ഡലമായിരുന്നു. അവിടെയാണ് അടൂർ പ്രകാശ് അട്ടിമറി സംഭവിപ്പിച്ചത്. ഈ പറയുന്ന 38,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയത്. അവിടെ വി മുരളീധരൻ ജയിക്കും എന്നുള്ളതാണ് ദേശീയ ഏജൻസികളുടെ ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലത്തിന്റെ ഒരു പ്രഖ്യാപനം എങ്കിൽ സമാനമായ പ്രവചനം തന്നെ ആയിരിക്കുമോ ദേശീയ തലത്തിൽ ഈ പ്രഖ്യാപിച്ചതെല്ലാം? നോക്കൂ മാധു, കേരളത്തിൽ NDAക്ക് 3 സീറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു എക്സിറ്റ് പോൾ പ്രവചനം വന്ന സ്ഥിതിക്ക് ദേശീയ തലത്തിലും ഇങ്ങനെ തന്നെയാണോ ഇവർ കണക്ക് കൂട്ടിയെന്നുള്ള ഒരു ശങ്ക എനിക്കുണ്ട്. അതോടെ നിൽക്കട്ടെ. കാരണം എല്ലാ എക്സിറ്റ് പോൾ സർവേയും നമ്മൾ വരുമ്പോൾ ഒരു വഴിപാട് എന്ന പോലെ കേരളത്തിൽ 1 NDA എന്ന് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു. പക്ഷേ 19 UDFും ഒരു LDFുമാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ, അതായത് LDFന് 0 കിട്ടുന്നത് എന്ന രീതിയിലുള്ള സർവേ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 NDA സീറ്റുകളും UDFിലേക്കാണ് വരിക എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ UDF പറഞ്ഞ 20-20 എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ കേരളത്തിൽ എത്തും. അതവിടെ നിൽക്കട്ടെ. ദേശീയ തലത്തിൽ നമ്മളിപ്പോൾ ഏതാണ്ട് ശരാശരി നോക്കുമ്പോൾ 300-350 സീറ്റുകളിലാണ് എക്സിറ്റ് പോളിൽ പറയുന്നത്. 100 സീറ്റുകളുടെ വരെ വ്യത്യാസം എക്സിറ്റ് പോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ശ്രീ ഷാബു പ്രസാദ് തന്നെ 60 സീറ്റുകളുടെ വ്യത്യാസം പറഞ്ഞല്ലോ. ഞാൻ ഒരു ചെറിയ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. ബീഹാറിലെ മഹാസഖ്യം രൂപപ്പെട്ട കാലത്ത് അവിടെ എക്സിറ്റ് പോൾ പറഞ്ഞത് ഈ BJP അധികാരത്തിൽ വരുന്ന, പക്ഷേ വന്നത് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യമാണ്, കോൺഗ്രസ് മന്ത്രിമാരുൾപ്പെടെ. ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ നോക്കുക. ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ ഐക്യം ഇത്ര ശക്തമായി ഉണ്ടായിട്ട് അവർ തോൽക്കും എന്നാണോ പറയുന്നത്? നമ്മളൊന്ന് സാമാന്യ രീതി ഒരു ബുദ്ധിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മഹാരാഷ്ട്രയിലെ BJPയും ശ്രീ എൻ ശ്രീകുമാർ, അവിടെ ഒരു പ്രശ്നം. കഴിഞ്ഞ തവണ ഈ പറയുന്ന 13 എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അതിന്റെ ആവറേജ് 306 സീറ്റാണ് NDAക്ക് പ്രവചിക്കപ്പെട്ടത്. അതിൽ നിന്ന് ബഹുദൂരം മുന്നിലായിരുന്നു. അവർ ഫിനിഷ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് 353 എത്തി. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ 400 കടക്കും എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. അല്ല, അത് ആത്മവിശ്വാസം നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ പറയുന്നത് 2004-ലും 2009-ലും എക്സിറ്റ് പോളൊക്കെ തെറ്റിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞത് ഈ 100 എന്നുള്ളതൊക്കെ ഇത് എക്സിറ്റ് പോളെന്ന് പറയുമ്പോൾ എത്ര പേരിൽ നിന്നാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു 100-150 സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു ശരാശരി എൻ്റെ ഇപ്പോഴത്തെ ഈ വന്ന എക്സിറ്റ് പോൾ സർവേ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ശരാശരി 200-നും 280-നും ഇടയ്ക്ക് കോൺഗ്രസിനും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ BJPക്കും കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നിസ്സാര ഭൂരിപക്ഷം കിട്ടും എന്ന രീതിയിലാണ് സർവേ വരുന്നത്. കാരണം 60, 70, 80 സീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ശ്രീ ഷാബു പ്രസാദ് അടക്കം പറയുമ്പോൾ നമ്മൾ ഇതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതല്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാരാഷ്ട്രത്തിലെ ഒരൊറ്റ കാര്യം, മഹാരാഷ്ട്രയിലെ ഈ സഖ്യത്തിനും BJPക്കും ഏതാണ്ട് സമാന നിലയാണ്. അതേപോലെ സഖ്യമല്ലേ UPയിലെ, അതേപോലെ സഖ്യമല്ലേ ബീഹാറിൽ? അത് നമ്മൾ മനസ്സിലാക്കുക. തമിഴ്നാടും കേരളവും തെലങ്കാനയും കർണാടകവും ഒക്കെ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നത് പോലെയാണെങ്കിൽ, ഞാൻ ഈ കേരള ഉദാഹരണം പറഞ്ഞതാണ്. 3 സീറ്റ് LDFന് ഒന്നുമില്ല, കേരളത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വന്നേക്കാം. പക്ഷേ ആ 3 സീറ്റും NDAയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ
നമ്മളത് ഏതാണ് 2 സീറ്റ് അവരൊരു സീറ്റേ പറയുന്നുള്ളൂ. അത് ചിലപ്പോൾ തിരുവനന്തപുരം എന്ന് പറയും, ചിലപ്പോൾ തൃശ്ശൂർ എന്ന് പറയും. ഇതിപ്പോൾ ആറ്റിങ്ങിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, എക്സിറ്റ് പോൾ സർവേയിൽ പോയിട്ട് ചർച്ച ചെയ്ത് സമയം കളയേണ്ടതെന്ന്. കാരണം ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തിനാണ് പോകുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യ സഖ്യം യോഗം ചേർന്നിട്ട് പറഞ്ഞു, ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ളൊരു ധാരണ വരുത്താൻ ഈ ചർച്ച നന്നാവും. കാരണം നമ്മളും ചർച്ചയിൽ പങ്കെടുത്തു, അങ്ങനെ അവരും ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുകയാണ്, കോൺഗ്രസും പങ്കെടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന വ്യത്യാസം, ശരാശരി 200ഉം 280ൻ്റെയും വ്യത്യാസമേ ഉള്ളൂ. ആ നിലയ്ക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാം, ആ നിലയ്ക്ക് NDA അധികാരത്തിൽ വരാം, ഒരു തൂക്കു മന്ത്രിസഭയും വരാം. കാരണം അങ്ങനെയാണ് നമ്മുടെ സർവേ വെച്ചിട്ട് ഞാൻ പറയണത്, എക്സിറ്റ് പോൾ സർവേ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ 200 സീറ്റ് വരെ കോൺഗ്രസിന് കൊടുക്കുന്നുണ്ട്. ശരി, ശ്രീ റെജിലോക്കോസ്, ഇന്ത്യ ടുഡേയുടെ സർവേ ഫലമാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. അത് 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ BJPക്ക് കേരളത്തിൽ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ LDFന് 0 സീറ്റുകൾ വരെ ആകാം, അതായത് ഒന്നും കിട്ടാതെ വരെയും പോകാം എന്നുകൂടി പ്രവചിക്കുന്നുണ്ട്. ഇതിപ്പോൾ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് ചില സർവേ നടത്തുന്ന ഏജൻസികളുടെ മേധാവിമാർ അതിനിടയിൽ പറഞ്ഞു. ഇത് ഒട്ടും വിശ്വസനീയമല്ലാത്ത എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്നുള്ളതാണോ ഇടത് കണക്ക് കൂട്ടുന്നത്, അതോ കഴിഞ്ഞ തവണത്തെ പോലെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെതുപോലെ ഏറെക്കുറെ ഫലത്തിനോട് അടുത്ത് നിൽക്കുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ എന്നാണോ? മാധു, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ന് വരെ ഈ ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവാചകന്മാർ എന്താ പറയുക അനുകൂലമായൊരു നിലപാട് പോലും എടുത്തിട്ടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 12 എക്സിറ്റ് പോളിൽ 10 കോൺഗ്രസ് ഭരണത്തിലേറും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരത്തില്ല എന്നാണ് പ്രവചിച്ചത്. ഞങ്ങളൊക്കെ അന്ന് ഇതേപോലെ തന്നെ ചാനലുകളിൽ പറഞ്ഞു ഇത് തെറ്റാണ്. അതൊരു എന്താ പറയുക, ഒരു ഇടതുപക്ഷ വിരോധം അതിനകത്ത് ഈ പ്രൊഡിക്ഷനിലുണ്ട്. പക്ഷേ 9 സീറ്റ് അധികം നേടിക്കൊണ്ട് ഈ പറയുന്ന കൂരമ്പുകളും അതുപോലെ തന്നെയുള്ള പല ആരോപണങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ചർവിതചാരണമായിട്ട് മാധ്യമങ്ങളിൽ ചർച്ചകളും ഈ ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് അന്നത്തെ രമേശ് ചെന്നിത്തലയുടെ എല്ലാ ദിവസത്തെ പത്രസമ്മേളനങ്ങളുടെ ആഘോഷിച്ചിരുന്ന സമയത്തും ജനങ്ങൾ ഇവിടെ ഈ പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പിന്നെ പുല്ല് പരിപാലനം കൊടുക്കാതെ കൊണ്ട് 9 സീറ്റ് അധികമായിട്ട് വന്നു. എനിക്ക് 2 കാര്യങ്ങൾ വേറെ പ്രധാനപ്പെട്ട് പറയാറുണ്ട് ഈ എക്സിറ്റ് പോളുകളെ കുറിച്ച്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പിന്നെ 2004 വാജ്പേയി സർക്കാരിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ഒരു പരസ്യത്തോടു കൂടി രാജ്യം മുഴുവനും പിന്നെ അന്ന് വാജ്പേയി സർക്കാരിൻ്റെ തുടർച്ച ആഘോഷിക്കുമായിരുന്നു. 14 അതായത് മുഴുവൻ എക്സിറ്റ് പോൾ സർവേകളും 3-2, അതിൽ 8 3-2 ഭൂരിപക്ഷമാണ് പിന്നെ വാജ്പേയി സർക്കാർ പ്രവചിച്ചത്. അന്ന് UPA എന്ന് പറയുന്ന പ്രതിപക്ഷ മുന്നണി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അധികാരത്തിലേറുകയും അത് 10 വർഷം തുടർച്ചയായിട്ട് അധികാരം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കിനി വേറൊരു കാര്യം പറയാം. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ശ്രീകുമാർ സാറിനൊക്കെ അത് ഓർമ്മയുണ്ടായിരിക്കും. അന്ന് ഈ പറയുന്ന വിഷ്വൽ മീഡിയസ് കാര്യമായിട്ടില്ല. പക്ഷേ ദേശീയ തലത്തിലുള്ള പല മാധ്യമങ്ങളും പ്രിന്റഡ് മീഡിയകളും അന്ന് കാര്യമായ രീതിയിലൊന്നും ഇല്ലെങ്കിൽ പോലും അവർ പ്രവചിച്ചത് ഇന്ദിരാഗാന്ധി തുടരുമെന്നുള്ളൊരു പ്രവചനം നടത്തിയത്. അന്ന് മാധ്യമങ്ങൾക്ക് ഒരല്പം സ്വാതന്ത്ര്യക്കുറവുണ്ട് എന്ന് വിചാരിക്കുക. 2004 ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യക്കുറവ് ഒന്നുമില്ലായിരുന്നു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇന്ത്യ നടക്കുമായിരുന്നു. പക്ഷേ 2024 സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇന്ത്യ നടക്കത്തില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇവിടെ ഏതാണ്ട് 99 ഒരൊറ്റ മീഡിയ ഒഴിച്ച് ബാക്കി എല്ലാ മീഡിയകളും വിഷ്വൽ മീഡിയകൾ പ്രത്യേകിച്ച് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ കൺട്രോളിലാണ്. അതിൽ 2 ആയിട്ട് വിഭജിച്ചാൽ അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ് ദേശീയ മാധ്യമങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ. അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിൻ്റെ പ്രീ പോൾ സർവേ പോലും വരുന്നതിന് മുമ്പേ BJPക്ക് 400 സീറ്റ് ഗോദിയുടെ വാക്കുകളെ പിടിച്ചുകൊണ്ട് അവർ പ്രവചിച്ചു. എന്നാൽ 4ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതേ മാധ്യമങ്ങളിൽ 90% കഷ്ടിച്ച് ഭൂരിപക്ഷത്തിലേക്ക് വരുമെന്നാണ് പ്രവചിച്ചത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. മാധ്യമ സ്വാതന്ത്ര്യം ഇനി BJP എങ്ങാനും തിരിച്ചു വന്നാൽ തങ്ങൾക്ക് ക്ലിപ്പിടുമെന്നുള്ള ഒരു ഭയത്താൽ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം കാര്യമായിട്ട് അനുഭവിക്കാത്ത മാധ്യമങ്ങൾ ഇങ്ങനൊരു പ്രവചനമായിട്ട് വന്നിരിക്കുന്ന ഇതിന് 1% പോലും സാങ്ക്ടിറ്റി ഇല്ല. മഹാരാഷ്ട്ര എന്നുള്ള പ്രവചനമാണ് ഏറ്റവും അത്ഭുതം ജനിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മഹാഭൂരിപക്ഷത്തിൽ പിന്നെ ഇന്ത്യ മുന്നണി സീറ്റുകൾ തൂത്തുവാരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അല്ലെങ്കിൽ വല്ല അട്ടിമറിയും ഇപ്പം ഈ പറയുന്ന EVM അട്ടിമറിയെല്ലാം നടന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളവരും നമുക്കറിയില്ല. മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ഭരണം അട്ടിമറിച്ചത്, ശിവസേനയെ പിളർത്തിയത്, അവിടെ ഗ്രൗണ്ട് ആകെ ഇളക്കി മറിച്ച് BJPക്ക് അനുകൂലമായ നിലപാടുണ്ടാക്കിയത്, ഇനി BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശ്രയമില്ല എന്ന തരത്തിൽ അവിടെ പ്രചാരണം നടത്തിയത്, ഇതൊക്കെ പ്രധാനമാണ്
അതിൻ്റെയൊക്കെ വിളമാണോ അവിടെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്തായാലും ജൂൺ 4 നമ്മൾ മുന്നിൽ വെക്കുന്ന ഒരു 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 പ്രതീക്ഷ എന്ന് പറയുന്നത് കൃത്യമായ വിവരങ്ങൾ വരട്ടെ. എന്തായാലും വലിയ വിധി വരട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വരാം ശ്രീ റെജി ലൂക്കോസ്. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പലതരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. BJP ഏറെക്കുറെ 3ാം തവണ ഉറപ്പിച്ചു എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇതിനു മുൻപും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യ മുന്നണി ഒരു പ്രതിപക്ഷ ചേരിക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു തരത്തിലും രാഷ്ട്രീയമായ ഒരു ചർച്ചയും ഇല്ലാതിരുന്നിട്ട് പോലും സകല പിണക്കങ്ങളും സകല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും 7 ഘട്ടത്തിന് തൊട്ട് തലേന്ന് പോലും ഇന്ത്യ മുന്നണി യോഗം ചേരുന്നു. ഇന്ന് യോഗം ചേരുന്നു. വലിയ പ്രതീക്ഷ വെക്കുന്നു. മല്ലികാർജുന ഖാർഗെ, അരവിന്ദ് കെജ്രിവാൾ എല്ലാവരും ഈ പറയുന്ന പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നു. എന്നിട്ടും ഇങ്ങനെയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ. ഇതിനപ്പുറത്തൊരു പ്രതീക്ഷ പ്രതിപക്ഷ ചേരിക്കുണ്ടാവും. ഈ മധു, ഒരു ഇംഗ്ലീഷ് സേയിങ് ഉണ്ട്, ലീവിങ് നോ സ്റ്റോൺ അൺടേൺഡ്. അതായത് എല്ലാ പഴുതുകളും അടച്ച് എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി, പ്രതിപക്ഷ ഐക്യ സൂചിക എക്കാലത്തെയും വലിയ നിലയിൽ ഈ സമീപ ഭൂതകാലത്തെ ഈ നമുക്ക് നല്ല ഓർമ്മയിലുള്ളൊരു ഭൂതകാലം, അത് 77 മുതലുള്ള കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സീനിയർ സുഹൃത്തുക്കൾ ഉൾപ്പെടെ 77-ലെ ഒരു ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റ് നമ്മൾ കണ്ടതാണ്. ഒരു മഹാമേരുവായി നിറഞ്ഞു നിന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും അന്നത്തെ കോൺഗ്രസ് പാർട്ടിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നത് സകല കോൺഗ്രസ് ഇതര പ്രതിപക്ഷ സ്പേസിനെ ഒന്നടങ്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഇത്രയും വലിയ ഒരു ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ഭാരതത്തിൽ സംഭവിച്ചിട്ടില്ല. ഇത് ഒരിക്കലും ചേരില്ല എന്ന് നമ്മൾ കരുതുന്ന ശിവസേനയും കോൺഗ്രസും ഒരുമിച്ച് വരികയാണ്. ഈ ജാതി പാർട്ടികളെന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയും മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയും ബീഹാറിലും ഉത്തർപ്രദേശിലും കാസ്റ്റ് ബേസ്ഡ് കോയലീഷൻ, അത് കോൺഗ്രസ് കെട്ടിപ്പടുത്ത ഒരു റെയിൻബോ കോയലീഷനെ തകർത്തുകൊണ്ടാണ് വേറൊരു നറേറ്റീവിലേക്ക് MY കോമ്പിനേഷനുമായി അഖിലേഷ് യാദവും അതുപോലെ തേജസ്വി യാദവും കടന്നു വരുന്നത് ഇപ്പോൾ. അപ്പോൾ ഇതിനെല്ലാം ഒരുമിച്ച് ചേർത്ത് ഭൂമിയോളം താണുകൊണ്ട് കോൺഗ്രസ് 450-നും 480-നും ഇടയ്ക്ക് ചരിത്രപരമായി മത്സരിച്ച സീറ്റുകൾ മാറ്റിവെച്ചുകൊണ്ട് 330-ലേക്ക് ഒതുങ്ങിക്കൊണ്ട് ഘടകകക്ഷികളെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അത് മാത്രമല്ല ബംഗാളിൽ ഒറ്റക്ക് മത്സരിക്കേണ്ടി വരുമ്പോഴും മമതാ ബാനർജിയെ പിണക്കാതെ, ഒരുപക്ഷെ പ്രചരണത്തിന് പോലും ശ്രീ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ബംഗാളിൽ കാലുകുത്തിയിട്ടില്ലെന്ന് ഓർക്കണം. അത്രയും പഴുതുകളടച്ച കോൺഗ്രസ് ഇത് ചെയ്യുമ്പോഴും ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുമ്പോഴും ഇപ്പോൾ കാണുന്ന നമ്പേഴ്സ് വിശ്വസിക്കാമെങ്കിൽ 150-ൽ താഴെയാണ്. അപ്പോൾ കോൺഗ്രസ് ലഭിക്കാവുന്ന 70-ൽ താഴെയായിരിക്കണം. മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം കൂടെ ചേർത്ത് 70-80, 150-ൽ താഴെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് സൂചന. ഒന്ന്, മോദിയുടെ ഗ്യാരണ്ടി ജനം വിശ്വസിച്ചു എന്ന് വിധി എഴുതാം, അതാണ് ഒരു സാധനം. 2, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പം നമ്പേഴ്സിൻ്റെ കാര്യം വളരെ പ്രധാനമാണ്. ഇപ്പം ഒരു 2 ഹോഴ്സ് റേസായി മാറുകയാണ്. ഒരു വശത്തെ NDA, ഒരു വശത്തെ UP, അല്ല മൂന്നാമതൊരു കക്ഷിയില്ല. അത് ആകെപ്പാടെയുള്ളത് ഉത്തർപ്രദേശിൽ ബഹുജൻ സമാജ് പാർട്ടിയാണുള്ളത്, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ്, ഒറീസയിൽ ബിജു ജനതാദൾ. അല്ലാതൊന്നും പ്രമുഖ കക്ഷികളൊന്നും തന്നെ ഒരു 3ാം മുന്നണിയായിട്ടോ ഒരു 3ാം ശക്തിയായിട്ടോ ഇല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വളരെ ദുർബലരുമാണ്. അങ്ങനെ നേരിട്ട് വരുമ്പോൾ ഇപ്പോൾ കാട്ടുന്ന സൂചന അനുസരിച്ച് 48-നും 50-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 48-നും 52-നും ഇടയ്ക്ക് ശതമാനം വോട്ടുകളാണ് ദേശീയ ജനാധിപത്യം സഖ്യം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ഒറ്റയ്ക്ക് 37% വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കൺവേർട്ട് ചെയ്ത് ഇത്രയും സീറ്റുകളാകുമ്പോൾ 303 സീറ്റാകുമ്പോൾ അതിനേക്കാൾ വലിയ നമ്പർ കൺവേർഷൻ ഓഫ് വോട്ട്സ് ഇൻടു സീറ്റ്സ് എങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഇത് അങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എക്സിറ്റ് പോളുകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഈ വോട്ട് ഷെയറിനെ സീറ്റായി കൺവേർട്ട് ചെയ്യുകയാണ്. അത് മാത്രമല്ല, എനിക്ക് ഏക സംശയമുള്ളത് എക്സിറ്റ് പോളിൽ എത്രയാണ് സാമ്പിൾ സൈസ്. ഒരു ആരോഗ്യപരമായ എക്സിറ്റ് പോളിൽ 4000-ആണ്. 10 ലക്ഷം വരുന്ന നിയോജക മണ്ഡലത്തിൽ 10 ലക്ഷം പേര് പോൾ ചെയ്യുമ്പോൾ അതിൽ 4000 പേരെയെങ്കിലും സാമ്പിളായിട്ട് എടുക്കണം. അത് റാൻഡം സാമ്പിളിംഗ് മാത്രമല്ല, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആയിരിക്കണം. അത് ഏറ്റവും ആധികാരികമാണ്. അത് വെച്ചിട്ടാണ് ആവശ്യത്തിന് എണ്ണം നിയോജക മണ്ഡലങ്ങൾ, പ്രത്യേക മേഖലകൾ തിരിച്ചെടുക്കുകയും അത് വെച്ച് സീറ്റുകൾ പ്രൊജക്ട് ചെയ്യുക എന്നതാണ് രീതി. അങ്ങിപ്പോ ഈ പ്രതിപക്ഷ ഐക്യത്തിന്റെ കാര്യത്തിൽ 77-ലെ കാര്യം പറയുന്നു. പക്ഷെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് അപ്പുറത്ത്
അതേ തലയെടുപ്പുള്ള JP നിൽപ്പുണ്ട്. ഇന്ന് നരേന്ദ്രമോദിക്ക് അപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട് എന്നതൊരു ചോദ്യമാണ്. ഞാൻ അങ്ങേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, ഇതിപ്പോൾ ബംഗാളിൽ 20 സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസിനും 22 സീറ്റുകൾ BJPക്കുമാണ് വെക്കുന്നത്. അപ്പോൾ മമതാ ബാനർജി നമുക്കറിയാം, അവരെ പോലെ ഒരു ഫൈറ്ററിനെ ഇന്ത്യൻ രാഷ്ട്രീയം ആനുകാലിക രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ടാകില്ല. അവരെത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ബംഗാളിൽ BJPക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും എന്നാണോ? മാധു, 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ അത്ഭുതം കണ്ടതാണ്. 18 സീറ്റിലാണ് BJP എന്നവിടെ വിജയിച്ചത്. 18 സീറ്റിൽ. ഇത്തവണ BJP ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. തീർച്ചയായും അതിൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടാകും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സർവേയിലും ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഒറീസയിലെ ഒരു റിസൾട്ട് ഞാൻ കണ്ടില്ല. മധുവിന് അറിയാമെങ്കിൽ അതൊന്ന് പറയുക. എന്തായാലും ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോളൂ. ഇത്തവണ BJP നേട്ടമുണ്ടാക്കാൻ പോകുന്നത് പൂർവ്വ തീരത്തുകൂടിയാണ്, കിഴക്കൻ തീരത്തുകൂടിയാണ്. ആന്ധ്ര, ഒറീസ, ബംഗാൾ, ഈ ഭാഗം BJPക്ക് പൊതുവെ ദുർബലമായ ഒരു മേഖലയായിരുന്നു കഴിഞ്ഞ ഈ അടുത്ത കാലം വരെ. എന്നാൽ ആ മേഖലയിലെല്ലാം NDA വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ കാര്യം പൊതുവെ ഒറീസയിൽ ഞാൻ കണ്ടില്ല, പക്ഷേ ഒറീസയിൽ വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും BJP അതീവ ദുർബലമായിരുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും വരെ റെപ്രസെന്റേഷൻ ഉണ്ടാകും എല്ലാ സർവേകളും ഒരുപോലെ പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേൾക്കാൻ കഴിയുന്നില്ല. പ്രൊഡ്യൂസർ പരിഹരിക്കണമേ. ശ്രീ ഷാബു പ്രസാദ് തുടരാം. ഹലോ ശ്രീ ഷാബു പ്രസാദ് തുടരാം. അത് ഈ ഒഡീഷയുടെ എക്സിറ്റ് പോൾ സർവേ ഫലമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അത് 15 മുതൽ 17 വരെ സീറ്റുകൾ NDAക്ക് പ്രവചിക്കുന്നു. ഇന്ത്യ സഖ്യത്തിന് 1 സീറ്റ് പരമാവധി ആണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ശരി, ഓക്കെ. അവിടെ BJDക്ക് കഴിഞ്ഞ തവണ 12 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതെന്താകും എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതേഴ്സ് 4 മുതൽ 6 സീറ്റുകൾ വരെയാണ് പരമാവധി പ്രവചിക്കപ്പെടുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ഷാബു പ്രസാദ് കേൾക്കാമോ? ശരി, ആകെ 21 സീറ്റുകളാണ് ഒഡീഷയിലുള്ളത്. ഇതിൽ 12 സീറ്റുകൾ ആണ് 12 സീറ്റുകളിൽ ആകെയുള്ള 21 സീറ്റുകളിൽ BJDക്ക് 12 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ശ്രീ ഷാബു പ്രസാദ്, ഒഡീഷയുടെ കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടപെട്ടതാണ്. പക്ഷെ അപ്പോഴത്തേക്കും അങ്ങുമായുള്ള ആശയവിനിമയം തടസ്സപ്പെട്ടിരുന്നു. ആന്ധ്രയിൽ YSRCP തകർന്നടിയുന്ന ചിത്രം കൂടി കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ ഇത് വളരെ ഇപ്പോൾ ഒറീസയിൽ ഇതും കൂടെ നടക്കുന്നുണ്ട്. ഒഡീഷയിൽ അസംബ്ലി ഇലക്ഷൻ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ BJP അധികാരത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ ഈ കിഴക്കൻ തീരം മുഴുവൻ BJP ഏതാണ്ട് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. NDA കീഴടക്കുകയാണ്. ആന്ധ്ര, ഒറീസ, അതേപോലെ ബംഗാൾ, പുതിയ യുദ്ധമുഖങ്ങളും പുതിയ പോർമുഖങ്ങളും പുതിയ ശക്തി കേന്ദ്രങ്ങളും BJP ഈ തെരഞ്ഞെടുപ്പിൽ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ്, അതായത് എല്ലാ അർത്ഥത്തിലും BJP ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പാൻ ഇന്ത്യ പാർട്ടിയാവുകയാണ്. മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണം മാധു, ഇവിടെ എത്ര സംസ്ഥാനങ്ങളിലാണ് BJP 50% വോട്ട് നേടാൻ പോകുന്നത് എന്നുള്ളതാണ്. എൻ്റെ ടോട്ടൽ പ്രതീക്ഷ ഞാൻ പറയാം. BJPയുടെ ഈ 400 സീറ്റ് എന്ന ഒരു ലക്ഷ്യത്തിനോടൊപ്പം തന്നെ അതീവ പ്രാധാന്യത്തോടുകൂടി BJP ലക്ഷ്യം വെച്ചിരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ടോട്ടൽ 50% വോട്ട് എന്നുള്ളത്, അതും എത്തും എന്നുള്ളതാണ് ഈ സൂചനകൾ നൽകുന്നത്. അതായത് ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ ഇവിടെ 50% വോട്ട് നേടി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി 3ാം തവണ തുടർച്ചയായി വലിയ വിജയത്തോടുകൂടി, അതുവരെയുള്ളതിനേക്കാൾ വലിയ വിജയത്തോടുകൂടി ഒരു നേതാവും ഒരു സർക്കാരും ഒരു പാർട്ടിയും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്
ആണ് ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രമാകാൻ പോകുന്നത്. ശരി ശരി കിഴക്കും കൂടിയാണ് ഇത്തവണ പാർലമെന്റിൽ ആധിപത്യം BJP സ്വീകരിക്കുക അല്ലെങ്കിൽ നേടുക എന്നുള്ളതാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ തെക്കു നിന്നും സമാനമായ ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ്. അതിലൊന്ന് തെലങ്കാനയിൽ BJP 9 മുതൽ 12 സീറ്റുകൾ വരെ നേടും. ഇന്ത്യ മുന്നണി 7 മുതൽ 4 സീറ്റുകൾ വരെ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന. ആകെയുള്ള 17 സീറ്റിൽ കഴിഞ്ഞ തവണ 3 സീറ്റ് കോൺഗ്രസിന്, 4 സീറ്റ് BJPക്ക്, TRSന്റെ 9 സീറ്റ് ഇപ്പോൾ ചിത്രത്തിലില്ല. BJP പകരം 9 മുതൽ 12 സീറ്റുകളിലേക്ക്, ഇന്ത്യ മുന്നണി 7 മുതൽ 4 വരെ സീറ്റുകളിലേക്ക്. തമിഴ്നാട് അവിടെ നിൽക്കട്ടെ, കേരളം അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ 3 വരെ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നത് പ്രധാനമാണ്. എന്നാലും തമിഴ്നാടും കേരളവും അവിടെ നിൽക്കട്ടെ. ആന്ധ്രയിൽ തകരുന്നുണ്ട്. ആന്ധ്രയിൽ YSRCP ഇനിയില്ല എന്ന് പറയുന്ന തരത്തിൽ TDPയും BJPയും തമ്മിലുള്ള സഖ്യം വലിയ തോതിൽ വിളവെടുക്കുകയാണ് എങ്കിൽ ഇനി തെക്കെന്ന് അങ്ങനെ തിരിച്ചു പറയേണ്ടതില്ല എന്നാണോ? നോക്കൂ മാധു, എന്നോടല്ലേ ചോദിച്ചേ? അതെ, ശ്രീകുമാർ. അതായത് തെക്ക് നിന്ന് ആണോ കിഴക്ക് നിന്നാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിലാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ. കാരണം ഒരു വലിയ പ്രതിപക്ഷ സഖ്യം ഈ നാട്ടിൽ രൂപപ്പെട്ട ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണിത്. അതാ ഞാൻ പറഞ്ഞത്. മഹാരാഷ്ട്രവും ബീഹാറും അതുപോലെ തന്നെ നമ്മളുടെ ഉത്തർപ്രദേശും, ഈ ഏറ്റവും കൂടുതൽ സീറ്റുള്ള 80 സീറ്റുള്ള ഉത്തർപ്രദേശ്, അതിൻ്റെ താഴെയുള്ള മഹാരാഷ്ട്ര, പിന്നെയുള്ള ബീഹാർ, ഈ 3 സംസ്ഥാനങ്ങളിൽ മാത്രം എക്സിറ്റ് പോൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി പിന്നാക്കമാണ് എന്ന് പറയുന്നതിനോട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യം, തെക്ക് നിന്നാണെങ്കിൽ പോലും തെക്ക് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഈ 3 സംസ്ഥാനങ്ങളിലും BJPയെ ഞാൻ വെറുതെ വിടുകയാണ്, അവരില്ല. പിന്നെ തെലങ്കാനയിൽ കഴിഞ്ഞ തവണ തെലങ്കാനയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്? അവിടുത്തെ BRS ഭരണ കക്ഷിയായിരുന്നവരുടെയൊക്കെ അവർക്കെതിരായ വികാരവും അവിടെ BJP വളരെ തുലം കുറവാണ്. അത് മനസ്സിലാക്കുക. അവിടെ BRSും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം. അവിടെ എങ്ങനെയാണ് BJPക്ക് ലോക്സഭയിൽ കൂടുതൽ സീറ്റ് നേടാൻ കഴിയുക? വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റൊരു കാര്യം ആന്ധ്രാപ്രദേശാണ്. അവിടെ തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ട് BJP സഖ്യമുണ്ടാക്കി. ആ സഖ്യത്തിന് മുൻകൈ എടുത്തത് ജനസേന എന്നൊരു പാർട്ടിയാണ്. ഈ 3 പേർക്കും അവനെ യോജിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് BJP കൂടുതൽ സീറ്റ് നേടുന്ന എക്സിറ്റ് പോൾ പറയുന്നത്. ഞാൻ ഇതാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞപ്പോൾ 21 സീറ്റിൽ 19 സീറ്റ് BJP തേടുമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന 19 നമ്മളത് പകുതിയാക്കുകയാണെങ്കിൽ, ആ 9 മാറ്റുകയാണെങ്കിൽ, ആ 9 സീറ്റ് മാറുകയാണെങ്കിൽ എക്സിറ്റ് പോൾ തകർന്ന് തരിപ്പണമാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, UP നമ്മൾ ആ പ്രചരണ കാലത്ത് കണ്ടതല്ലേ, അഖിലേഷ്, അതുപോലെ തന്നെ നമ്മളുടെ ലാലു പ്രസാദിൻ്റെ മകൻ രാഹുൽ ഗാന്ധി, ഈ 3 പേരൊക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് പൊതുയോഗങ്ങൾ വരിക, ആ പൊതുയോഗങ്ങൾ ജനം ഇടിച്ചു കയറുക, ഇതൊക്കെ കണ്ട നമ്മൾ ഈ എക്സിറ്റ് പോള്, അതും ഏതാണ്ട് ഒരേ രീതി 370, 350 മുകളിലാണ് എല്ലാം. നരേന്ദ്രമോദി പറഞ്ഞ എന്താണ്? 350 നിന്നും 400 വരെ എത്താം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആലോചിച്ചറിയാം. ഞാനതാ പറഞ്ഞത്, എക്സിറ്റ് പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ്. എക്സിറ്റ് പോൾ എപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ പ്രതീക്ഷ വയ്ക്കാം. കാരണം ആ പാർട്ടിയിലും ആ മുന്നണിയിലും വിശ്വാസമുള്ളവർക്ക് പ്രതീക്ഷ വയ്ക്കാം. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരെങ്കിലും ആലത്തൂർ മണ്ഡലം UDF ജയിക്കുമെന്ന് പറഞ്ഞിരുന്നോ? ആരെങ്കിലും പറഞ്ഞിരുന്നോ? അവിടെ 1,65,000 വോട്ടിന് രമ്യ ഹരിദാസ് ജയിച്ചത് ആലത്തൂർ. ആലോചിച്ച് നോക്കൂ. ആ ഒരവസ്ഥ മാത്രം മതി. അപ്പം എക്സിറ്റ് പോള് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു 10,000 പേരിൽ നിന്നും ഒരു 100 പേരെ എടുത്താൽ അതൊരു സർവേ ആയിട്ട് നമുക്ക് കണക്കാക്കാമെങ്കിലും അത് ഈ ഒരു മുന്നണി ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിൽപ്പെട്ട ഒരുപാട് വോട്ടുകൾ ഒഴുകി വരും. അത് കണ്ടെത്താനാവില്ല, അത് പറയില്ല പലരും. എക്സിറ്റ് പോളുകാരെ സമീപിക്കുമ്പോൾ അത് പറയണമെന്നില്ല. കാരണം അത് ഇപ്പോൾ കേരളത്തിലെ ഉദാഹരണം പറയാം. കേരളത്തിലെ ജനങ്ങളാണ് അജണ്ട സെറ്റ് ചെയ്തത്. കേരളത്തിൽ UDFോ അല്ലെങ്കിൽ LDFോ അല്ല, ജനം ഒരു അജണ്ട ഉണ്ടാക്കി. എന്താണ് അജണ്ട? ഒരു LDF വിരുദ്ധ വികാരം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് UDF ചെയ്തത്. അവിടെയാണ് NDAക്ക് 3 സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നത്. അങ്ങനെയുള്ള ഒരു സർവേ 3 സീറ്റ്, കഴിഞ്ഞ തവണ 1 സീറ്റ് പറഞ്ഞിരുന്നു, കെട്ടിവെച്ച കാശ് കൊടുത്തും കിട്ടിയില്ല. കഴിഞ്ഞ തവണ NDAക്ക് കേരളത്തിൽ ഒരു മണ്ഡലം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ അവരാലോചിക്കുക, കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. അവിടെയാണ് നമ്മുടെ എക്സിറ്റ് പോളിന്റെ ആ ഒരു ബലഹീനത കാണുന്നത്. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ തയ്യാറല്ല.
പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ 100 150 മണ്ഡലങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നാടാണിത്. അതിൻ്റെ ഉദാഹരണം 2004 2009 ബീഹാറിലെ മഹാസഖ്യത്തിന് വൻ ഭൂരിപക്ഷം കിട്ടിയ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ശരി, ഓക്കെ. ശ്രീ റജി ലൂക്കോസ്, ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിൽ BJPക്ക് അനുകൂലമായ തരത്തിൽ തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിലൊന്ന് പത്തനംതിട്ട ജില്ലയിൽ അനിൽ ആന്റണി ഈ പറയുന്ന വലിയ തോതിലുള്ള ഇളക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നൊരു പരാമർശം പ്രദീപ് ഗുപ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങലിൽ വിജയിക്കും എന്നുള്ള പ്രവചനം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 100,000 വോട്ടിന്റെ 99,981 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട് ശ്രീ ശശി തരൂരിന്. അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ വോട്ട് സമാഹരിക്കും എന്നാണ് പറയുന്നത്. തൃശ്ശൂർ സംബന്ധിച്ചാണ് BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. അതിൽ എന്താണ് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നത് നേരുമാണ്. കാരണം അവിടെ വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിൽ വ്യക്തിപരമായ വോട്ട് സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്, തുടങ്ങിയ ഒരുപാട് വിശകലനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. എന്നിരുന്നാലും ഈ ഇന്ത്യ ടുഡേയുടെ 0 വരെ LDF എത്താം എന്ന് പറയുന്ന എക്സിറ്റ് പോൾ എങ്ങനെയാണ് ഇടത് കാണുന്നത്? മാധു, നമ്മൾ ഈ പ്രവചനം നടത്തിയിരിക്കുന്ന മാധ്യമങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് ഭയന്നിട്ടാണോ അല്ല അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇതിനോട് കൂട്ടി വായിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചുള്ള ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ അവർ കഴിഞ്ഞ പലതവണയായിട്ട് തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, തിരുവനന്തപുരത്ത് തുറക്കും, തൃശ്ശൂർ തുറക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. പത്തനംതിട്ട എനിക്ക് ചിരി വരുന്നു പറയുമ്പോൾ, കാരണം പത്തനംതിട്ടയോട് ചേർന്ന് കിടക്കുന്ന അവിടെ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്ന പാല, കാരണം പൂഞ്ഞാറൊക്കെ ഞങ്ങളുടെ നാടിനടുത്താണ്. പത്തനംതിട്ട അനിൽ ആന്റണി എന്ന് പറയുന്നത് ഒരു വലിയ മീഡിയ ഹൈപ്പിൽ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം അനിൽ ആന്റണി അവിടെ ഒരു നെഗറ്റീവ് സ്ഥാനാർത്ഥിയായിട്ട് മാറി. അവിടുത്തെ ആൾക്കാരിൽ അതൃപ്തി ഉണ്ടാക്കി. കാരണം അപക്വമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അവിടെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളും ആ മണ്ഡലത്തിൽ വളരെ വിരുദ്ധമായ രീതിയിലുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു ചലനം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ കെ സുരേന്ദ്രൻ ശബരിമലയുടെ വൻ കുതിപ്പിൻ്റെ സമയത്ത് പോലും അവിടെ മത്സരിച്ചിട്ട് 3ാം സ്ഥാനത്തേക്ക് മണ്ഡലമാണ് ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. അതുപോലൊരു കൗതുകമുള്ളൊരു പ്രവചനം നടത്തിയിരിക്കുന്ന ആറ്റിങ്ങൽ. എങ്ങനെയാണ് ആറ്റിങ്ങൽ മുരളീധരൻ ജയിക്കുന്നത്? മുരളീധരൻ പോലും ഇതുവരെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചോളം അവർ തന്നെ ഈ BJP തന്നെ പറഞ്ഞിരിക്കുന്നു അവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, പരാജയം അവർ തന്നെ ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരും ഇതേ കാലാവസ്ഥ തന്നെ. ബഹുമാനപ്പെട്ട കെ മുരളീധരൻ അവിടെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, അതിൽ നിന്ന് തന്നെ സുവ്യക്തമാണ് അവിടെ സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് പോകും. തൃശ്ശൂരിനെയൊക്കെ പൾസ് മനസ്സിലാക്കാൻ നമുക്ക് വളരെ വ്യക്തമാകും. ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ സീറ്റ് ഉറപ്പിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് BJP വിധേയത്തോട് തന്നെ ഉള്ള ഒരു പ്രൊഡിക്ഷനായിട്ട് കാണാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പൂർത്തീകരിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാറുണ്ട്. ഈ 2019 ഇന്ത്യയിൽ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. 2019 BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ടുണ്ടായിരുന്ന ആരൊക്കെയാ? നരേന്ദ്രമോദി, നമ്മുടെ അമിത്ഷാ, UP മുഖ്യമന്ത്രിയായിരിക്കുന്ന നമ്മുടെ യോഗി ആദിത്യനാഥ്. ഇത്തവണ യോഗി ആദിത്യനാഥ് അവിടെ ഒരു നിശബ്ദനായിരുന്നു. അത് UPക്ക് വെളിയിലേക്ക് ഒരൊറ്റ സ്ഥലത്ത് പോലും അദ്ദേഹം ക്യാമ്പയിന് പോയിട്ടില്ല. RSS പൂർണ്ണമായിട്ട് BJP വിരുദ്ധമായൊരു നിലപാട് അവർ ഫീൽഡിൽ പോലും ഇറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിന് ശേഷം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇൻ്റലിജൻസും എല്ലാ സംവിധാനങ്ങളും കയ്യിലുള്ള ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനുശേഷം എടുത്ത നിലപാടുകളൊക്കെ ഈ രാജ്യം ചർച്ച ചെയ്തതാ. അന്തർദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തു. രാജ്യത്തെ മതവിദ്വേഷത്തിലേക്കും വിഭാഗത്തിലേക്കും നയിക്കത്ത കരുതിൽ 10 വോട്ടിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ്? അത് ഭയം കൊണ്ട് തന്നെയാണ്. ഇനി ഏറ്റവും കൗതുകം ഒറ്റ കാര്യം കൂടെ ഒരു സെന്റൻസ് പറയുന്നുള്ളൂ. ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന 350-നും 370-നിടയ്ക്ക് എല്ലാവരും പ്രവചിക്കുന്നു. അത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു പാർലമെന്റ് റിസൾട്ടായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവും. നേരത്തെ പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് പറയാത്ത അപ്രസക്തരായി പോകുന്ന ഒരു കാഴ്ച ഈ എക്സിറ്റ് പോൾ സർവേ ഫലം നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ഒന്ന് BSP ഇപ്പം ഉത്തർപ്രദേശിൽ 21 സീറ്റുകളിൽ നിന്ന് തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 0 സീറ്റുകളിലേക്ക് പോകുന്നു. അതിനുശേഷം കഴിഞ്ഞ തവണ 2019 10 സീറ്റുകൾ സ്വന്തമാക്കുന്നു. അതിൽ 14 0 സീറ്റുകളിലേക്ക് 21 സീറ്റിൽ നിന്ന് 0 സീറ്റിലേക്ക് പോകുന്ന അവസ്ഥ ആലോചിക്കണം. അവിടെ നിന്ന് 10 സീറ്റുകൾ സ്വന്തമാക്കുന്നു. ഇത്തവണയും സമാനമായ ഒരു വീഴ്ചയാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. YSRCP 22 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 22 സീറ്റുകളിൽ നിന്ന് TDP BJP സഖ്യമുണ്ടാകുന്ന സമയത്ത് വലിയ പരാജയം
ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം അത്തരം താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. TRS സമാനമായ രീതിയിൽ JDU-ന് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ടാകുന്നു. കഴിഞ്ഞ തവണ 16 സീറ്റുകളാണ് ബീഹാറിൽ JDU-ന് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും. ശിവസേന മഹാരാഷ്ട്രയിൽ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടായി പിളർന്ന് വേരേത് ഇലയേത് തടിയേത് എന്നറിയാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുന്നു. ഒറ്റ വർഷത്തിനുള്ള അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. ഇങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിൽ കൃത്യമായി ചില റോളുകൾ ഉണ്ടായിരുന്ന പല പാർട്ടികൾ അപ്രസക്തരാകുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടി വരുമോ ഈ ജൂൺ 4-ന്? അത് വളരെ നല്ലൊരു നിരീക്ഷണമാണ്. കാരണം തെക്കേ അറ്റത്തുനിന്ന് തുടങ്ങിയാൽ തമിഴ്നാട്ടിലെ AIADMK അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ എക്സിറ്റ് പോളിന്റെ സൂചനകൾ അനുസരിച്ചാണെങ്കിലും ADMKക്ക് കാര്യമായ ഒരു മേൽക്കൈയില്ല ഒരു സീറ്റിലും. അതായത് ഒരു പക്ഷേ ഒരു സീറ്റ് ലഭിക്കാം. 1 മുതൽ 4 വരെ സീറ്റുകളാണ് വിവിധ കക്ഷികൾ അതേഴ്സ് എന്ന കൂട്ടത്തിൽ. ഇന്ത്യ മുന്നണിയിലോ ഇല്ലാത്ത കക്ഷിയാണ് ജയലളിത നയിച്ചിരുന്ന ADMK. അപ്പോൾ അതാണ് ഒരു വിസ്മൃതിയിലാണ്ട് പോകുന്ന ആദ്യത്തെ കക്ഷി. 2 വടക്കോട്ട് പോകുമ്പോൾ ഈ ജനതാദൾ സെക്കുലർ ദേവഗൌഡയുടെ പാർട്ടി, പ്രജ്വൽ രേവണ്ണയുടെ പാർട്ടി, അത് BJPയുടെ സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ഇപ്രാവശ്യം ഒരുപക്ഷെ മാണ്ഡ്യ ഹാസൻ സീറ്റുകൾ, ഓൾഡ് മൈസൂർ റീജിയനിൽ 2-3 സീറ്റുകൾ ലഭിച്ചേക്കാം. പക്ഷേ അത് താഴേക്കുള്ള ഗ്രാഫിലാണ്. അത് മൂന്നാമത്തെ ഒരു കക്ഷി എന്ന് പറയുന്നത് YSR കോൺഗ്രസ് ആണ്. അത് എഴുതിത്തള്ളാനാവില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന ശരിയാണെങ്കിൽ YS രാജശേഖർ റെഡ്ഡിയുടെ മകൻ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് താഴെ പോകും. ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടെ നടക്കുകയാണ്. ആ പാർട്ടി വിസ്മൃതിയിലാണ്ട് പോകുന്നില്ല എങ്കിൽ പോലും പ്രതിപക്ഷത്തേക്കുള്ള സ്ഥലം മാറ്റം വാങ്ങുകയാണ്. ഏറ്റവും താഴെ പോയി എന്ന് പറയാവുന്നത് തെലങ്കാനയിലെ BRS ആണ്, ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി. ആ പാർട്ടി ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇവിടെ കോൺഗ്രസും BJP ദേശീയ കാഴ്ചപ്പാടോടുകൂടി അത് പേര് പോലും മാറ്റി TRS, തെലങ്കാന രാഷ്ട്ര സമിതിയെ ഭാരത രാഷ്ട്ര സമിതി എന്ന് പേര് മാറ്റിയത് വലിയ ദേശീയ മോഹമുള്ള നേതാവിന്റെ പ്രേരണയാലാണ്. ഇനി ഒറീസയിലേക്ക് വരൂ. അവിടെ ദീർഘകാലമായി 2 പതിറ്റാണ്ടായി ബിജു പട്നായിക്കിന്റെ മകൻ നവീൻ പട്നായിക് മുഖ്യമന്ത്രി പദത്തിലിരിക്കുകയാണ്. BRS എന്ന പാർട്ടി, ആ പാർട്ടി ബിജു ജനതാദൾ BJD എന്ന പാർട്ടി, ആ പാർട്ടി ഇപ്പോൾ BJPയോട് മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെയും ഒരുപക്ഷെ 12 സീറ്റാണ് ഇപ്പൊ നിലവിലുണ്ടായിരുന്ന 12 സീറ്റിൽ നിന്നും തീർച്ചയായും താഴേക്ക് പോകും. BJPക്ക് ഉണ്ടായിരുന്ന 8 സീറ്റിൽ നിന്നും ഒരുപക്ഷെ 13, 14 അങ്ങനെയാണ്. എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാമെങ്കിൽ BJP എടുത്ത നിലപാട് കറക്റ്റാണ്. BJDയുമായി സഖ്യം വേണ്ട എന്ന BJPയുടെ നിലപാടിന്റെ എൻഡോഴ്സ്മെന്റ് ആണ് അവിടെ. ഇനി നോക്കൂ, മധു തന്നെ സൂചിപ്പിച്ച ഉത്തർപ്രദേശിലെ പ്രമുഖ പാർട്ടിയായിരുന്നു 2-3 പ്രാവശ്യം മുഖ്യമന്ത്രിയായ മായാവതിയുടെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പിൻബലം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ വോട്ട് കട്ടേഴ്സായിട്ടാണ് ഒരുപക്ഷെ ആ പാർട്ടി ഇനി പ്രവർത്തിക്കുന്നത്. ദേശീയ കക്ഷി ആയിരുന്നു നോർക്കണം മായാവതിയുടെ പാർട്ടി. ബഹുജൻ സമാജ് പാർട്ടി 20% ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് ഒരു ഘട്ടത്തിൽ അഹങ്കരിച്ചിരുന്ന പാർട്ടിയാണ്. അത് ബ്രാഹ്മൺ കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നു, അങ്ങനെ BJPക്ക് വേണ്ടി കളിച്ചോ എന്നുകൂടി കാണേണ്ടതുണ്ട്. മധു, ഒരു കാര്യം കൂടി, BJPക്ക് ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ വോട്ട് എത്തിക്കുന്ന വലിയൊരു ഘടകം ഈ പറയുന്ന മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയാണ്. കാരണം ദളിത് വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആയിരിക്കുന്നു. ഇവിടെ തന്നെ ഒരു സബാൾട്ടേൺ ഹിന്ദുത്വ എന്നൊരു കോൺസെപ്റ്റ് അവിടെ വരികയാണ്. അതുകൊണ്ട് ദളിത് വിഭാഗത്തിൻ്റെ മായാവതിയുടെ ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ആയിരുന്ന മഹാദളിതുകൾ അല്ലെങ്കിൽ മറ്റ് ദളിത് വിഭാഗങ്ങൾ അതിനൊരു നല്ല പങ്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉത്തർപ്രദേശിൽ കാണുമ്പോൾ അവിടെ BJPക്ക് ഒരുപക്ഷെ 62-ൽ നിന്നും 70-ലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ ഇന്ത്യ സഖ്യം ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്, സംശയമില്ല. അങ്ങനെ തന്നെയാണ് വിഷ്വൽസ് എല്ലാം വന്നത്. രാഹുൽ ഗാന്ധിയും അതുപോലെ മുലായം സിംഗ് യാദവിൻ്റെ മകൻ കൂടെ ചേർന്ന് നടത്തിയ വലിയ തോതിലുള്ള അഖിലേഷ് യാദവും കൂടെ നടത്തിയ പ്രചരണങ്ങളിലൊക്കെ ജനം ഇരച്ചു കയറുകയാണ്. പക്ഷെ അത് വോട്ടായി മാറ്റാൻ തക്ക സംഘടനാ സംവിധാനം അവിടെ ഉണ്ടോ എന്ന് കോൺഗ്രസിന് 1, SP-ക്ക് 4, ബാക്കി BJPക്ക് എന്ന രീതിയിലാണ് ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ആവറേജ് വരികയും ചെയ്യുന്നത്. ഇടവേള പെട്ടെന്ന് വരാം. ശ്രീ ഷാബു പ്രസാദ്, കേരളത്തിൽ 27% വോട്ട് വിഹിതം എന്നുള്ളതാണ് BJPക്ക് അനുകൂലമായി പ്രവചിക്കപ്പെടുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്.
15% നിന്ന് 27%ലേക്കുള്ള ഒരു കുതിപ്പിന് ഇന്ധനമാകാൻ കഴിയുന്ന എന്ത് കാര്യമാണ് കേരളത്തിൽ BJPക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? ഇപ്പം 20% എന്നുള്ളതൊക്കെയാണ് BJPയുടെ ഒരു യാഥാർത്ഥ്യബോധവുമായി നിൽക്കുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള പ്രവചനം യാഥാർത്ഥ്യബോധത്തോട് ചേർന്ന് നിൽക്കുന്നതാണോ? മാധു, ഒരു കാര്യമുണ്ട്. ഇതുവരെ നടന്ന 2014-ലും 2019-ലും നടന്ന ആ തെരഞ്ഞെടുപ്പിനേക്കാൾ ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം, 1-2 ഘടകങ്ങളുണ്ട്. അതൊന്ന്, NDA ഇവിടെ അധികാരത്തിൽ തുടരും, നരേന്ദ്രമോദി വലിയ വിജയത്തോടുകൂടി മടങ്ങി വരും എന്ന ഉറപ്പ്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മോദി നൽകുന്ന ഗ്യാരണ്ടി, ഇത് വലിയ ചലനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിലടക്കം. കാര്യം 100% അധികാരത്തിൽ തിരിച്ചെത്തും എന്നുറപ്പുള്ള ഒരു പാർട്ടിയുടെ വളരെ കാലങ്ങളായി വെൽ ക്രെഡൻഷ്യലായിട്ടുള്ളൊരു നേതാവ് നൽകുന്ന ഉറപ്പ്, ആ ഉറപ്പാണ് ഇവിടെ വർക്കൗട്ടായിരിക്കുന്നത്. അത് വളരെ കണക്കുകൂട്ടി തന്നെ ചെയ്തതാണത്, കണക്കുകൂട്ടി തന്നെ ചെയ്തതാണ്. കാര്യം മോദിയുടെ ഗ്യാരണ്ടിയിൽ അത്രത്തോളം വിശ്വാസം പാർട്ടിക്കുണ്ട്, ജനങ്ങൾക്കുമുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യം 2014-ലും 2019-ലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെ നേതാവ് നൽകുന്ന ഉറപ്പ്, പിന്നെ ഈ കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് നടന്ന ആ വികസനവും അഭൂതപൂർവമായ ആ ഒരു ജനക്ഷേമകരമായ കാര്യങ്ങൾ, കോവിഡ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം കണ്ട് അനുഭവിച്ച ഒരു ജനമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ആ ഘടകങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ BJPക്ക്, NDAക്ക് ഈ വലിയ മുന്നേറ്റം കേരളത്തിലടക്കം നൽകുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവുമില്ല. കാര്യം യാഥാർത്ഥ്യബോധത്തോടുകൂടി നമ്മൾ കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ, രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൻ്റെ അകത്ത് ഒരത്ഭുതവും തോന്നുന്നില്ല. ഒരു സീറ്റെങ്കിലും BJPക്ക് കുറയുകയോ NDAക്ക് കുറയുകയോ ചെയ്താൽ അതാവുമായിരുന്നു അത്ഭുതം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമല്ല, ഇത് സർപ്രൈസിങ്ങുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളവും എന്നെപ്പോലെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അത് അവിടെയാണ് അതിൻ്റെ കാരണം. കാര്യം ഇത് അത്ഭുതമാകുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണിതൊന്നും മനസ്സിലാകാത്തത്, ഇതിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ്. കേരളത്തിൽ ഒരിക്കലും BJP ശരി. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ രാജസ്ഥാനിൽ 4 മുതൽ 7 സീറ്റുകൾ വരെ കോൺഗ്രസിന് അനുകൂലമായി പ്രവചിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ തൂത്തുവാരിക്കൊണ്ടുപോയതാണ് BJP ആ സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില പോക്കറ്റുകളിൽ കോൺഗ്രസിന് അനുകൂലമായ പ്രവചനം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിനൊപ്പം നിൽക്കും എന്ന് ഉറപ്പുള്ള ചിലയിടങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്നു. BJPക്ക് നഷ്ടപ്പെടും എന്ന് കോൺഗ്രസ് ആത്മവിശ്വാസത്തോടെ വിചാരിച്ച മധ്യപ്രദേശിലടക്കം ഒരിളക്കവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണോ? രാജസ്ഥാനിലെ 7 സീറ്റ് വരെ ലഭിക്കാം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 7-ലും കൂടാമെന്നാണല്ലോ, കുറയില്ലല്ലോ. അപ്പോൾ BJPക്ക് അവിടെ സീറ്റ് കുറയും. ഇനി നിങ്ങൾ വടക്ക് കിഴക്ക് നേരത്തെ ചോദിച്ചതിൻ്റെ കൂടി ഞാനൊരു വിശദീകരണം തരാം. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ അസ്സാമിലാണ് 10-14 സീറ്റുള്ളത്. ബാക്കിയെല്ലാം 1-2 സീറ്റുള്ള സംസ്ഥാനങ്ങളാണ്. ഈ 1-2 സീറ്റുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുമോ? പ്രത്യേകിച്ച് മണിപ്പൂരിലൊക്കെ ഉള്ളത്, അത് ജമ്മു ആൻഡ് കാശ്മീരിൽ അവർ ഇന്ത്യ മുന്നണിക്കല്ലേ മുന്നേറ്റം ഉണ്ടാവുക? സംശയമുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന സർവേ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ശങ്കയുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ രാജസ്ഥാൻ മാധു ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രാജസ്ഥാനിലെ കഴിഞ്ഞ തവണ 1 സീറ്റും കിട്ടായിരുന്ന സ്ഥലത്ത് ഇത്തവണ 7 സീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യാസം വരാം. ഇനി അതുമാത്രമല്ല, ഇപ്പോൾ BJPക്ക് ഒരു 200-250 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകവും കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. 2019 BJP പറഞ്ഞത് വികസനത്തെക്കുറിച്ചാണ്. 2024 ഒന്നാം ഘട്ടത്തിൽ പറഞ്ഞത് ഗ്യാരണ്ടിയാണ്, ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ. പക്ഷേ 5ഉം 6ഉം 7ഉം ഘട്ടം വന്നപ്പോൾ അവർ എവിടേക്ക് എത്തിയത്? അത് വർഗീയതയിലേക്ക് എത്തിയില്ലേ? കോൺഗ്രസ് സമ്പത്ത് വീതിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് പല ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചാരണത്തിന് ശേഷം 4-ാം തീയതി റിസൾട്ട് വരും. അതിനു മുമ്പുള്ള എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഈ 1 മണിക്കൂർ ചർച്ച ചെയ്ത വൈകുന്നേരം 5:30 മുതൽ 8:30 വരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ എല്ലാ പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയാനുള്ളത് ഇത് സർവേ ഫലങ്ങളാണ്, വിധി കാത്തിരിക്കുന്നത് ജൂൺ 4. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.